കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. കലാ സാംസ്കാരിക കേന്ദ്രങ്ങളായ കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ തൃശൂർ നഗരഹൃദയത്തിൽ തന്നെയാണ്. സാംസ്കാരിക നഗരിക്ക് അഭിമാനമായാണ് സംഗീത നാടക അക്കാദമിക്ക് സമീപം ടൂറിസം വകുപ്പിന്റെ ഭൂമിയിൽ കൂത്തമ്പലം നിർമ്മിച്ചത്. പക്ഷേ 2011 നിർമ്മാണം പൂർത്തിയാകാനിരിക്കെ കൂത്തമ്പലം അഗ്നിക്കിരയായി. പിന്നീട് അങ്ങോട്ട് എല്ലാ നാടകോത്സവ കാലത്തും ഇവിടെ താൽക്കാലിക വേദിയാണ് ഒരുക്കാറുള്ളത്. രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ട കൂത്തമ്പലമാണ് ഇങ്ങനെ അവശേഷിക്കുന്നത്. സംഗീത നാടക അക്കാദമിക്ക് കൂത്തമ്പലം കൈമാറി. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടം ചെറുതാകില്ല. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് അരങ്ങുണരുമ്പോൾ കാട് വെട്ടിത്തെളിച്ച് ഈ വേദി ഒരുക്കും. വൻമരങ്ങൾക്കും വള്ളിപ്പടർപ്പുകൾക്കും കീഴെ അസ്ഥികൂടം കണക്കെ നിൽക്കുന്നത് കലയുടെ കേളിക്ഷേത്രമാണ്. രാജ്യത്തിനു തന്നെ മാതൃകയാകേണ്ടിയിരുന്ന കൂത്തമ്പലം ദുരൂഹതയുടെയും അനാസ്ഥയുടെയും കേന്ദ്രമായി കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടടുക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് മരമുപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യത്തെ കൂത്തമ്പലം എന്ന ഖ്യാതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിലാണ് 2011 ഡിസംബർ 12 പുലർച്ചെ കലാകേന്ദ്രം അഗ്നിക്കിരയായത്. കോടികളുടെ ആസ്തി ദുരൂഹ രീതിയിൽ കത്തിച്ചാമ്പലായിട്ടും തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചു. നിർമ്മാണം പൂർത്തീകരിക്കാനായില്ലെങ്കിലും കൂത്തമ്പലം സംഗീത നാടക അക്കാദമിക്ക് കൈമാറണമെന്ന് കാട്ടി വിനോദസഞ്ചാര വകുപ്പിന് സാംസ്കാരിക വകുപ്പ് കത്ത് നൽകിയെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. പലതവണയും ഇറ്റ്ഫോക്കടുക്കുമ്പോൾ കൂത്തമ്പലം സ്ഥിരം വേദിയാക്കുമെന്ന വാഗ്ദാനം ഉയരും. പിന്നെ അത് വെറും വാക്കിലൊതുങ്ങും. കൂത്തമ്പലം സംഗീത നാടക അക്കാദമിക്ക് വിട്ടു നൽകുകയാണെങ്കിൽ നേട്ടമാകുമെന്ന സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. അത് കത്തി നശിച്ചുപോയെങ്കിലും അന്ന് തീരുമാനിച്ചതുപോലെ സംഗീത നാടക അക്കാദമിക്ക് വിട്ടുകൊടുക്കണമെന്നും വിട്ടുതരണമെന്നും അതിൻ്റെ മേൽക്കൂര നിർമ്മിച്ച് അതിനെ ഒരു മികച്ച തിയേറ്ററാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഗീത നാടക അക്കാദമി അതിന് മുൻകൈയെടുക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഷോകൾ നടക്കുന്ന ഒരു മികച്ച ഇൻറ്റിമേറ്റ് തിയേറ്ററാക്കി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിലവിൽ പ്രാഥമികമായി നടത്തിയ ബലപരിശോധനയിൽ കൂത്തമ്പലത്തിന് കാര്യമായ ബലക്ഷയമില്ലെന്നാണ് കണ്ടെത്തൽ. കൂത്തമ്പലം കൈമാറ്റം ചെയ്താൽ ചുരുങ്ങിയ ചിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകും. സാംസ്കാരിക നഗരിക്ക് അഭിമാനമായിടം കാടുമൂടി. എല്ലാം വെന്തു വെണ്ണീറായി എന്ന് കരുതിയെടുത്ത് കനലെരിയുകയാണ്. നാളത്തെ തലമുറയ്ക്കായെങ്കിലും ഈ കൂത്തമ്പലം വീണ്ടെടുക്കണം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി 24.